അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ സാധനങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു 3 വർഷത്തെ കഷ്ടപ്പാട്, ഒരു കഠിനാധ്വാനം ഇതിനകത്തിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇത് തുറക്കണതിന് മുന്നേ എൻ്റെ 2018 മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ കഥ ഇതുമായിട്ട് പറയാനുണ്ട്. ആ കഥ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടും ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു കഠിനാധ്വാനത്തിൻ്റെ കഥയാണ്, അത് വല്ലാത്തൊരു കഥയാണ്. 2018 എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ഒരു ക്യാമറ എടുത്ത് പാടത്തും പറമ്പത്തൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയൊരു കാലം. സത്യത്തിൽ അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ചെറിയ തുടക്കം ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന്. ഒരു വീഡിയോ ചെയ്തു, പിന്നെ മറ്റൊരു വീഡിയോ ചെയ്തു, അങ്ങനെ തുടരെ വീഡിയോകൾ ചെയ്തു. ഇന്ന് 2026 ഏകദേശം 8 വർഷമായി. അങ്ങനെ ഈ 8 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറി. ക്യാമറ മാറി, വീഡിയോസ് മാറി, നമ്മുടെ ടെക്നോളജി മാറി, നമ്മുടെ സെറ്റപ്പൊക്കെ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല. ഞാൻ ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങി നാട്ടിൻ പുറത്ത് ഭക്ഷണങ്ങളും അവിടുത്തെ ജീവിത രീതികളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 8 വർഷത്തിനിടയിൽ ഞാൻ അറിയാതെ മറ്റൊന്നും കൂടെ ശേഖരിച്ചിരുന്നു. കുറച്ച് ഓർമ്മകളും അതിനോടൊപ്പം മണങ്ങളും. നമ്മളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചിയെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. ഉപ്പെത്ര വേണം, എരിവെത്ര വേണം, മുളകെത്ര വേണം, മസാലകളൊക്കെ എത്ര വേണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചുറ്റും പടരുന്ന ആ മണം, അതുകൂടെ ആ ഭക്ഷണത്തിൻ്റെ ഭാഗമല്ലേ. ഒരു മസാലയുടെ മണം കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തോ പാകം ചെയ്യുകയാണെന്ന്. ഏലക്കായയുടെ മണം, കറുവപ്പട്ടയുടെ മണം, കുരുമുളകിൻ്റെ മണം, തീയിൽ ചൂടാക്കുന്ന മസാലയുടെ മണം, ഇതൊക്കെ കഴിഞ്ഞ 8 വർഷമായി എനിക്ക് പരിചയമുള്ള മണങ്ങളാണ്. പക്ഷേ മണം ഭക്ഷണത്തിന് മാത്രമല്ലല്ലോ. മഴയ്ക്കൊരു മണമുണ്ട്, നനഞ്ഞ മണ്ണിനൊരു മണമുണ്ട്, തീ കത്തുമ്പോൾ അതിനൊരു മണമുണ്ട്. നമ്മളിങ്ങനെ ഒരു നാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ മണ്ണിനും അവിടുത്തെ കാറ്റിനും അവിടുത്തെ ജീവിതത്തിനും സ്വന്തമായൊരു മണമുണ്ട്. ചിലപ്പോൾ ഒരു മണം കിട്ടിയാൽ നമ്മളറിയാതെ പഴയ ഓർമ്മയിലേക്ക് പോകും. ഒരു ഭക്ഷണത്തിൻ്റെ മണം, ഒരു സ്ഥലത്തിൻ്റെ മണം, ഒരു മനുഷ്യൻ്റെ മണം, ഒരു കാലത്തിൻ്റെ മണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് രുചി നമ്മൾ കഴിച്ചൊരു കാര്യത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ മണം നമ്മൾ അനുഭവിച്ച ഒരു നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ യാത്രയിലും ഒരുപാട് മണങ്ങളുണ്ട്. എൻ്റെ ആദ്യത്തെ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ മണം, തീ കത്തിച്ചിരുന്ന ദിവസങ്ങളുടെ മണം, മഴയിൽ കുക്ക് ചെയ്ത ദിവസങ്ങളുടെ മണം, പുതിയ സ്ഥലങ്ങളിൽ പോയപ്പോൾ കിട്ടിയ മണം, നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ മണം, അതുപോലെ തന്നെ മസാലകളുടെ മണം, ഇതൊക്കെ എൻ്റെ 8 വർഷത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഞാൻ ഇത്രയും വർഷം മറ്റുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ രുചിയും അനുഭവങ്ങളും പരിചയപ്പെടുത്തി. പക്ഷേ എൻ്റെ യാത്രയ്ക്ക് സ്വന്തമായൊരു മണമുണ്ടായാലോ. വെറുതെ ഒരു ബിസിനസ് തുടങ്ങണം എന്നതുകൊണ്ടല്ല, എനിക്ക് എന്തെങ്കിലും നിങ്ങളിലേക്ക് വിൽക്കണം എന്നതുകൊണ്ടുമല്ല. 8 വർഷമായി നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കണ്ടു, എൻ്റെ കുക്കിംഗ് കണ്ടു, എൻ്റെ യാത്രകൾ കണ്ടു. അങ്ങനെ എന്നെ വിശ്വസിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കായി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് എൻ്റെ യാത്രയുടെ ഭാഗമായിരിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഒരു മസാല മാത്രം കൊണ്ടൊരു നല്ല ഭക്ഷണം ഉണ്ടായില്ല. പല ഇൻഗ്രീഡിയൻറ്റ് ചേരുമ്പോഴാണ് ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത്. ഫ്രാഗ്രൻസിലായാലും അതുപോലെ തന്നെയാണ്. പല നോട്ട്സ്, പല ഇൻഗ്രീഡിയൻസ്, അവയുടെ ബാലൻസ്, അതാണ് അവസാനം ഒരു ഫ്രാഗ്രൻസിന് അതിൻ്റെ ക്യാരക്ടർ കൊടുക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഫ്രാഗ്രൻസ് എടുത്ത് മിക്സ് ചെയ്ത് ഒരു ബോട്ടിൽ നിറച്ചിട്ട് ഇതാണ് എൻ്റെ പെർഫ്യൂം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. 8 വർഷം കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്ത വിശ്വാസത്തിന് അത്രമാത്രം മതിയായില്ല. പ്രോപ്പർ ഫ്രാഗ്രൻസ് ഡെവലപ്മെൻറ്റ്, പ്രോപ്പർ ഫോർമുലേഷൻ, ക്വാളിറ്റി, മാനുഫാക്ചറിങ് എല്ലാം ശ്രദ്ധിച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ചിന്തകൾക്ക്, ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നിയ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടായി. അത് മണക്കുമ്പോൾ എനിക്കെൻ്റെ യാത്രയിലെ പല കാര്യങ്ങൾ ഓർമ്മ വന്നു. പ്രകൃതി, മസാലകൾ, മഴ, മണ്ണ്, പുതിയ സ്ഥലങ്ങൾ, പുതിയ അനുഭവങ്ങൾ, അങ്ങനെ തുടങ്ങിയവയെല്ലാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇത് നിങ്ങളോടും കൂടി പരിചയപ്പെടുത്തണമെന്ന്. 2018 ഒരു ക്യാമറയുമായി തുടങ്ങിയ യാത്രയുടെ 2026 ഒരു പുതിയ ചാപ്റ്റർ കൂടെ ഇവിടെ തുടങ്ങിയാണ്. ഇത് എനിക്ക് വെറുമൊരു പെർഫ്യൂമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ യാത്രയുടെ, എൻ്റെ കുക്കിങ്ങിൻ്റെ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. ഇപ്പം നിങ്ങൾ നമ്മുടെ 2018 മുതൽ 2026 വരെയുള്ള കഥയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ എൻ്റെ 3 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഏകദേശം രൂപരേഖ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയില്ലെങ്കിലും കൂടി നമുക്കൊരു എന്ത് കാണിക്കുന്നത്, പീൽ ഓഫ് ചെയ്ത് കാണിക്കാം അല്ലേ. അപ്പോൾ രതീഷിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പീൽ ഓഫ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നത്. രതീഷ് ഇപ്പോൾ ഒറ്റയ്ക്ക് വലിച്ചു കഴിഞ്ഞ് തുണിയെ കൂടി മറിഞ്ഞ് നമ്മുടെ 3 വർഷത്തെ കഠിനാധ്വാനം താഴെ വീഴും കേട്ടോ. അപ്പോൾ രതീഷ് അറ്റത്ത് പിടിക്കും, ഞാൻ ഈ അറ്റത്ത് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും അല്ലേ, നിങ്ങളെയൊക്കെ വിശ്വാസത്തോടു കൂടി നമ്മൾ തുറക്കാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക അല്ലേ, നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ തുറന്നല്ലേ ചേച്ചേ.
അപ്പോൾ ഇതാണ് സാധനം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയിട്ടുണ്ടാവും അല്ലേ? എല്ലാ യൂട്യൂബേഴ്സിനും ഇതാണ് പരിപാടി. ഇപ്പോൾ പെർഫ്യൂമായിട്ട് വരികയാണെന്നുള്ളത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ 3 വർഷത്തിന് മുന്നേ ഞാൻ ഈ പരിപാടിയുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരാളും പെർഫ്യൂമായിട്ട് ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ എൻ്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഞാൻ വീട്ടിൽ മിക്സ് ചെയ്തൊരു സാധനമല്ല. അതിൻ്റെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി അല്ലേ, കൃത്യമായ റൂട്ടിലൂടെ പോയി ഞാൻ എന്തെങ്കിലും വിൽക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു സാധനം വിൽക്കാൻ പാടില്ല എന്ന് എനിക്കൊരു വാശി. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ നമ്മുടെ കഷ്ടപ്പാടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമുക്കിത് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ബലാരിയോ എന്നാണ്. ബലാരിയോ എന്നാണ് നമ്മുടെ ഈ ബ്രാൻഡിൻ്റെ പേര്. ഈ പേരിന് തന്നെ നമ്മൾ ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? 3 വർഷത്തിന് മുന്നാണ് നടന്നത്. അപ്പോൾ ഇത് ഒന്ന് പിടിച്ചോ എന്നാൽ നിനക്ക് ഒരു അവസരം തന്നെ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ തുറക്കാണ് വളരെ പതുക്കെ. ഇത് തുറന്ന ഉടനെ നമുക്ക് ഈ പെർഫ്യൂം കിട്ടില്ല. പെർഫ്യൂം ഇനിയും തുറക്കണം, കുറച്ച് ബോക്സുകൾ. ഇനി ഒരു ബോക്സ് ഇതിനകത്തിരിക്കുന്നുണ്ട്, അതും കൂടെ തുറക്കണം അല്ലേ? ഇനി പതുക്കെ തുറക്കുന്നത് ശേഷം ഇതാടാ, ഇതിനകത്ത് ഒരു അടിപൊളി സിലിണ്ടർ ബോക്സ് കൂടെ ഉണ്ട് കേട്ടാ. ഇതിലും അകത്ത് ആണ് നമ്മുടെ അല്ലേ ഒളിഞ്ഞിരിക്കുന്ന ആ സുഗന്ധം ഇരിക്കുന്നത്. പതുക്കെ തുറക്കട്ടാ. വാവ്, ബലാരിയോ റോയൽ വൈബ് എന്നാണ് നമ്മുടെ ഫ്രാഗ്രൻസിൻ്റെ പേരിട്ടാ, റോയൽ വൈബ്. അപ്പോൾ ഇതാണ് ബോട്ടിൽ, നല്ല യുണീക്കായിട്ടുള്ള ബോട്ടിലാണ്. നല്ല അടിപൊളി ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടാ. അപ്പോൾ ഈ പെർഫ്യൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ് അല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രഷ് നോട്ടാണ്. ഫ്രഷ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ അടിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉന്മേഷം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു നോട്ടാണ്. അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മണമായിരിക്കും ഈ ഫ്രാഗ്രൻസ് ഉള്ളട്ടാ. അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്, എൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കും. പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നിങ്ങൾ അടിക്കുന്ന സമയത്ത്, ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എന്തോ, നിങ്ങൾ കടന്നുപോയ എന്തോ ഒരു മണം ഇതിനകത്ത് ഞാൻ നിറച്ചിട്ടുണ്ട്. ഇതൊരു വെറും ഒരു പെർഫ്യൂം അല്ലാതെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം, എന്നാലാണ് ഇതിൻ്റെ സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാട്ടാ. അപ്പം ഞാനിത് ആദ്യമായിട്ട് രതീഷിന് തന്നെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. വാവ്, മണം നോക്കൂ, മണം. വാവ്, ഇവിടെ എത്തിയിട്ട് മണം. വാവ്, നമുക്കിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കയ്യിലടിച്ചാലൊക്കെ മണക്കാൻ തോന്നുന്ന ഒരു തരം ഫ്രാഗ്രൻസ് ആണ്. യാതൊരു വെറുപ്പില്ല, അടിക്കുന്നവർക്കും വെറുപ്പില്ല, ഇതിൻ്റെ മണം കൊള്ളുന്നവർക്കും വെറുപ്പില്ല. ചിലപ്പോൾ ചില പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചില ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ഒരു തലവേദന, ഒരു പ്രശ്നങ്ങൾ, അതൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അതാണ് നമ്മൾ IFRAയുടെ അവരുടെ എന്താണ് ക്വാളിറ്റി, ആ ക്വാളിറ്റി തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. എവിടെ വേണമെങ്കിലും അടിച്ചിട്ട് പോകാം. പിന്നെ നിങ്ങളൊക്കെ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആ കളക്ഷനിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ടലും ഒരു യുണീക്ക് സാധനം തന്നെയാണ്. ഇതൊരു റോയൽ ലുക്കിലാണ് നമ്മളത് ഉണ്ടാക്കിയതും ആ റോയൽ ഫീലിലാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ വാങ്ങിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നല്ല മനോഹരമായൊരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് www.balario.com എന്നാണ്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനം ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിലൂടെയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ യൂണിസെക്സ് ആണ്. ഇതൊരു 100 ml പെർഫ്യൂം ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടാവും, ഇതിന് ഭയങ്കര വിലയായിരിക്കില്ലേ, കാണാനൊക്കെ ഭയങ്കര പ്രീമിയം ആണ്. പ്രീമിയത്തിൽ യാതൊരു കുറവും നമ്മൾ വരുത്തിയില്ല, ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറുതായിട്ടുള്ള വില അല്ലേ ഇതിനുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇത് ഞാനും രതീഷും കൂടി ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് VFC 143 എന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കൂപ്പൺ കോഡ് അടിക്കാനുള്ള ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, അതിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാളുടെയും ഒരു 250 500 രൂപ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓഫറായിട്ട് തരട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് വെറും 1499 രൂപയ്ക്ക് ഇത് ലഭിക്കും. ഇത് നിങ്ങൾ അടിച്ചാൽ 100% നിങ്ങളിത് ഇനി ഒരെണ്ണം കൂടി വാങ്ങിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒരെണ്ണം കൂടി വാങ്ങിക്കും. അപ്പോൾ 1499 രൂപ എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. കാരണം നമ്മളൊരു പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3 അല്ലെങ്കിൽ 4 മാസം നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം 4 മാസം 3 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസം ഒരു 10 രൂപ 15 രൂപയാണ് നമ്മുടെ മണത്തിനായിട്ട് നമ്മൾ ചിലവാക്കുന്നത്. നമ്മൾ പലതിനായിട്ട് നമ്മൾ ചിലവാക്കും, പക്ഷെ നമ്മുടെ മണത്തിനായിട്ട് നമ്മൾ ഇത്രയും ചെറിയൊരു തുകയാണ് നമ്മൾ ചിലവാക്കുന്നത്. നമ്മൾ മണത്തിനായിട്ട് നമ്മൾ ചിലവാക്കുന്നത് നമുക്ക് മണക്കാനല്ല, നമ്മൾക്ക് എന്തെങ്കിലും മുഷിഞ്ഞ മണങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കോ അതൊരു അരോചകം ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കല്യാണത്തിനോ വിവാഹത്തിനോ വല്ല ഫംഗ്ഷനോ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പെർഫ്യൂം അടിക്കുന്നതിനാണ്. നമ്മൾ പോകുമ്പോൾ
നമ്മൊരു വ്യത്യസ്ത മണം അവർ കിട്ടാൻ. ഈ മണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ കുടുംബത്തിലോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു മണമായിരിക്കും. അത് ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പെർഫ്യൂം നിങ്ങളുടെ കളക്ഷനിൽ ഒരെണ്ണം വാങ്ങി വയ്ക്കുക. ഇതുപോലെ പുതിയ പുതിയ ഫ്രാഗ്രൻസുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ വേറെ വേറെ ഫ്രാഗ്രൻസുകൾ ഇറക്കുന്നുണ്ട്. ഇത് യൂണിസെക്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ പുതിയ ബിസിനസ്സുകൾ ഇനിയും തുടരെ ബിസിനസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തുക എന്നുള്ളതല്ല, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇത്രയും കാലം നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും എൻ്റെ ഈ ജേർണി തുടരും. ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടി ഉണ്ടാവും, ചില യാത്രകളുണ്ടാവും. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ പോലുള്ള ഇതേ സ്ഥലത്ത് തന്നെ വരും കേട്ടോ. വീണ്ടും കുക്കിംഗ് ഉണ്ടാവും, കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.